ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയും മകളും കൂടെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് മോളോട് നിൻ്റെ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടോ? ഞാൻ മുമ്പ് വിളമ്പി തരുമ്പോഴും നീ അതുപോലൊക്കെ തന്നെയല്ലേ, പിന്നെ എന്നെ പറ്റിക്കരുതിട്ട് മോള് വരണമെന്നൊക്കെ പറഞ്ഞു സുമിത്ര. ഞാൻ വരാം എന്നും പറഞ്ഞ് മകൾ സങ്കടത്തോടെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അരവിന്ദനെയാണ്. എന്താ വേറെ വഴിയൊന്നും കാണുന്നില്ല, ബ്ലാക്ക് മെയിലർക്ക് പൈസ കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നു. ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. എന്നിട്ട് കയ്യിലിരുന്ന കുറേ പൈസ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പെട്ടിയിലിരുന്ന കുറച്ച് പൈസ എടുത്ത് ഇങ്ങനെ പിടിച്ചു. ആ പൈസയൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഇത്രയും പൈസയൊക്കെ കൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ആ പെട്ടിയിലിരുന്ന പൈസ എടുത്തിട്ട് എൻ്റെ ദൈവമേ ഇത് എന്തുവാ ഇത്, ഇത് കണ്ടിട്ട് കൊതിയാകുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പൈസ എടുത്തൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ കാണിക്കുക. ഇതൊക്കെ കൊടുക്കണം, ഇത്രയും കൊടുക്കണ്ട, ഇതിന്ന് കുറച്ചെടുത്ത് മാറ്റാം. ഇത് കുറച്ചെടുത്ത് മാറ്റിയാലും ആരും അറിയാനൊന്നും പോകുന്നില്ല. അതൊരു കുറവാണോ? കുറവൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനിതെടുത്ത് മാറ്റിയാൽ അവന് ദേഷ്യം വരുമോ? 7 ലക്ഷം കൊടുത്തിട്ട് ബാക്കി കടം പറഞ്ഞാലോ? വേണ്ട, അത് എൻ്റെ സ്റ്റാറ്റസിന് ചേർന്ന കാര്യമല്ല. തൽക്കാലം അവൻ പറഞ്ഞ സമയത്ത് ഈ കാശ് അവിടെ കൊണ്ടുപോയി വെക്കാം. അതാ പറ്റുള്ളൂ. കാശ് കുറഞ്ഞതിന് ക്ഷമ ചോദിച്ച് ഇതിൻ്റെ കൂടെ ഒരു കത്തും അങ്ങ് എഴുതി വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഭയങ്കര കുറുക്കുബുദ്ധിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പം രഞ്ജിത കൊടുത്ത പൈസയിൽ നിന്നും പൈസ കുറച്ചെടുത്ത് മുക്കിയതാണ് ആശാൻ. എന്നിട്ട് ആ ഒരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്താൽ കാശും കൊണ്ട് പോകാനായിട്ട് തുടങ്ങുന്നു. അതിനു മുമ്പ് ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണ്. അധ്വാനിക്കാതെ കാശുണ്ടാക്കാനുള്ള അങ്ങയുടെ ബുദ്ധിയെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ ഡയലോഗുകളൊക്കെ പറഞ്ഞ് ഒരു കത്തൊക്കെ എഴുതി അങ്ങ് പാസ്സാക്കി. എൻ്റെ ഭാര്യയും മകനും നിങ്ങളെ വിശ്വസിക്കുന്നു, പക്ഷേ ഞാൻ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ഇനിയും കാശ് ചോദിക്കും തുടങ്ങിയ രീതിയിലൊക്കെയാണ് ആ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ച് ഞങ്ങളുടെ കൈകളിലുള്ള പൈസ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളിനി ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് നിർത്തണം തുടങ്ങിയ രീതിയിലൊക്കെയാണ് കത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെല്ലാം എഴുതി ആ ഒരു പേപ്പറൊക്കെ മടക്കി കൂട്ടി ഇതിൻ്റെ കൂടെ അങ്ങനെ അങ്ങ് വെച്ചു. ഇതും കൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ് ആശാൻ കൊണ്ടുപോണത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പൈസ ആയിട്ടിങ്ങ് ഇറങ്ങിയല്ലോ, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ഇതാരായിരിക്കും എന്ന് വിചാരിച്ച് ഫോൺ എടുത്തു കേട്ടോ. ഹലോ, എന്താ? അരവിന്ദൻ കേൾക്കുക, ആരാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അരവിന്ദൻ കേൾക്കണം എന്നാണോ എന്ന് ചോദിച്ചപ്പോൾ കേൾക്കണം എന്നല്ല, കേൾക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നു. ശരി, ഞാനിവിടുന്ന് ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവരങ്ങ് പോകും കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പൂജയെയും അതുപോലെ ചിത്രയെയുമാണ്. അപ്പോൾ ഈ അങ്കിളിനെ കാണാനായിട്ട് വന്നതാണ് നമ്മുടെ പൂജ മോള്. പക്ഷേ ദീപുവിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ അങ്കിളിനെ കാണാനായിട്ട് വന്നതാണ്, പക്ഷേ ആൻറ്റി മറക്കാതെ പറയണം കേട്ടോ, ഞാൻ അങ്കിളിനെ കാണാൻ വന്നിരുന്നു എന്നുള്ളത്. ഞാൻ മറക്കില്ല മോളെ, ഞാൻ അദ്ദേഹത്തിനോട് പറയാം, മോളെ വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞപ്പം ശരി ആൻറ്റി മറക്കാതെ പറയണമെന്ന് പറഞ്ഞു. ആൻറ്റി ഒരു കാര്യമായിട്ടാ അത് ആൻറ്റി മറന്നു പോവില്ല മോളെ എന്നൊക്കെ എന്നിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഒരു വിചാരം മോൾക്ക് വേണ്ടാന്നും. ആൻറ്റിയോട് സംസാരിച്ച് നിന്നാലേ സമയം പോകുന്നത് അറിയില്ല. ദീപങ്ങളിനെ എനിക്ക് എന്തായാലും ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഇവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അപ്പു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പു വന്നപ്പോൾ പൂജയെ കണ്ടു. പൂജയെ കണ്ടപ്പോഴേക്കും മുഖമൊക്കെ വല്ലാതെയായി. അതുപോലെ പൂജയ്ക്കും അപ്പുവിനെ കണ്ടപ്പോൾ മുഖം വല്ലാതെയായി. രണ്ടുപേരും എന്തോ ഒരു ഭയങ്കര അകൽച്ചയുള്ളവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അപ്പു അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് അപ്പു എന്നും പറഞ്ഞ് ചിത്ര വിളിച്ചു. അപ്പു ഇറങ്ങി വന്നു. അപ്പുവേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പൂജ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്തിനാ എന്നെ കാണുന്നതിന് ചിലവൊന്നുമില്ലല്ലോ എന്ന് അപ്പുവിനോട് പൂജയും പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിട്ട് നിൽക്കല്ലേ. അപ്പോൾ ഇങ്ങനെ ശത്രുത കാണിക്കാൻ ഞാൻ അപ്പുവേട്ടനോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചപ്പം ചെയ്ത തെറ്റിൻ്റെ കണക്കൊന്നും നീ എന്നോട് പറയണ്ട, നീ എന്നെ കൊണ്ട് പറയിക്കണ്ടെന്ന് പറഞ്ഞു അപ്പു. അന്നേരം എനിക്കത് പറഞ്ഞത് കേൾക്കണം, എന്താണെങ്കിലും പറ, അത് പറഞ്ഞിട്ട് കേട്ടിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പൂജ പറയുമ്പം അമ്മയുടെ മുന്നിലായതുകൊണ്ടേ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അതെ, ആൻറ്റിയുടെ മുന്നിൽ നിന്ന് പറയാൻ പറ്റാത്ത എന്ത് തെറ്റാ ഞാൻ അപ്പുവേട്ടനോട് ചെയ്തത്? പറ അപ്പുവേട്ടാ, അത് പറഞ്ഞ് കേട്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞത് ഇങ്ങനെ നിൽക്കുമ്പോൾ പറയുന്നു എനിക്ക് മനസ്സില്ലെന്ന് അപ്പു. മനസ്സുണ്ടാവില്ല, അത് മറ്റാർക്കോ കൊടുത്തല്ലോ എന്ന് നമ്മുടെ പൂജ അന്നേരം പറഞ്ഞു. കൊടുത്തെങ്കിൽ നിനക്കെന്താ നഷ്ടമെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു നഷ്ടവും ഇല്ല, ഞാൻ എൻ്റെ മനസ്സ് മറ്റാർക്കും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പൂജ. കൊടുക്കണമെങ്കിലേ മനസ്സെന്ന് പറയുന്നൊരു സാധനം അത് നിനക്കുണ്ടാകണമെന്ന് പറഞ്ഞു. സമ്മതിച്ചു, എനിക്ക് മനസ്സില്ല എടി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുമ്പം നിങ്ങളെന്താ ഇങ്ങനെ ഒന്ന് നിർത്തുന്നുണ്ടോ? കീരിയും പാമ്പും പോലും ഇപ്പോൾ നല്ല സൗഹൃദത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ശത്രുത ആ ഗണത്തിലൊന്നും പെടുത്താനേ പറ്റുന്നതുമല്ല. എടാ അപ്പു, പൂജ നമ്മളെയൊക്കെ കാണാനായിട്ട് വന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നെ കാണാനായിട്ട് ആരും വരണ്ടെന്ന് പറഞ്ഞു
അപ്പോൾ എന്തിനാണ് നീ ഇവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യമുള്ളത് കൊണ്ട്. എന്തിന്? അതൊന്നും ഞാൻ പറയില്ല അമ്മ, അത് ഇവള് സ്വയം തിരിച്ചറിയട്ടെ, എന്നാലേ അതിന് കാര്യമുള്ളൂ എന്നും പറഞ്ഞ് അപ്പോൾ വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ എടാ നീ ഞാൻ പറയുന്ന കേൾക്കാൻ പറഞ്ഞു ചിത്ര. അപ്പോൾ അതൊന്നും കേട്ടില്ല, അപ്പോൾ കയറിപ്പോയി. അപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ മോളെ ഇത്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ, മോൾക്ക് സങ്കടമായോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് സന്തോഷമായതേ ഉള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ പറയാം. അപ്പോൾ ഏട്ടൻ ദേഷ്യത്തിലാണെങ്കിലും എന്നോട് സംസാരിച്ചില്ല ആൻറ്റി, ഞാനത് ശരിക്കും ആസ്വദിച്ചുവെന്നും പൂജ മോള് പറയണം. അപ്പം ഞാൻ ഇറങ്ങാം ആൻറ്റി, ഇനിയിപ്പം താമസിക്കുന്നില്ലെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് ദീപങ്ങളോട് പറയണമെന്നും പറഞ്ഞ് ഇറങ്ങണം. അപ്പോൾ മോള് വിഷമിക്കേണ്ട, പോയിട്ട് വാ ആൻറ്റി പറഞ്ഞോളാവെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് പൂജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചിത്ര അവിടെ നിന്ന് അപ്പുവിനെന്താ ഇവളോട് ഇത്രയ്ക്ക് ദേഷ്യം എന്നുള്ള കാര്യം ചിന്തിക്കുക. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ സുമിത്ര ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് അതിലിങ്ങനെ കറങ്ങി നടക്കുക. അപ്പോൾ സുമിത്ര ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പ്രേമ വരുന്നത്. പ്രേമ വന്ന് വണ്ടിയിലിറങ്ങി ഡ്രൈവറോട് വണ്ടി അവിടെ ഒതുക്കാനും പറഞ്ഞു. അപ്പോൾ പ്രേമയ്ക്കൊപ്പം നമ്മുടെ സ്വരമോളും ഉണ്ട്. അങ്ങനെ അവരും സുമിത്ര വന്ന അതേ സ്ഥലത്തേക്ക് വരിക. അപ്പോൾ ഈ കൊച്ചിന് ഈ പ്രേമയൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല. അപ്പോൾ കൊച്ചു ചോദിച്ചു, അമ്മമ്മ എന്തിനാ എന്നെ കൂടെ കൊണ്ടുവരുന്നത്, എനിക്ക് വേണ്ടുന്നതൊക്കെ ഒന്ന് വാങ്ങിച്ചു തന്നാൽ എന്താ, എന്തിനാ പിന്നെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചപ്പം ക്യാഷ് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നീ കേട്ടോ, നടക്കടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ കൊച്ചിനെ പിടിച്ച് വലിച്ച് ഈ പ്രേമ കൊണ്ടുപോകണം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെല്ലുന്നു. സുമിത്ര അന്നേരം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ സുമിത്ര ഓരോ സാധനങ്ങൾ മേടിക്കുന്നു. ഇവരിങ്ങനെ ആ ഒരു ഇതിലിങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേമയുടെ ഫോണിലേക്ക് വേഗം കോള് വന്നു. പ്രേമ വേഗം ഫോൺ എടുത്ത് സംസാരിക്കാം. അപ്പോൾ സുമിത്ര അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നു. പ്രേമ ഭയങ്കര ഫോൺ വിളി. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വന്നപ്പോഴേക്കും കൊച്ചിങ്ങനെ മാറി ഇങ്ങനെ പോരും കേട്ടോ, ഓരോ സാധനങ്ങൾ നോക്കി. അങ്ങനെ കൊച്ചിങ്ങനെ വേറെ കടകളിലൊക്കെ നോക്കി ഇങ്ങനെ വരുന്ന സമയത്ത് സുമിത്രയെ കാണുവാണ്. സുമിത്രയെ കണ്ടപ്പോൾ ടീച്ചറമ്മ എന്നും പറഞ്ഞ് സുമിത്രയെ കണ്ട് കൊച്ച് ഓടി അടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ ഇതൊന്നും പ്രേമ കാണുന്നില്ല, പ്രേമ അറിയുന്നില്ല. അപ്പം ടീച്ചറമ്മേ എന്നും പറഞ്ഞ് ഓടിച്ചെന്നപ്പോൾ ആഹാ ഇതാരാ, മോളെന്താ ഇവിടെയെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ടോയ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്കാണോന്ന് സുമിത്ര ചോദിച്ചേ. അപ്പോൾ കൊച്ചു പറഞ്ഞു ഒറ്റയ്ക്കോ, ഞാൻ കൊച്ചു കുട്ടിയല്ലേ, ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ, ഞാനേ അമ്മമ്മയുടെ കൂടെയാണ് വന്നതെന്ന് സ്വരമോള് പറയുകയും ചെയ്തു. ടീച്ചറമ്മയെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാണെന്നും പറഞ്ഞു. അപ്പോഴേക്കും സുമിത്ര ഒറ്റ ചിരി. എന്നിട്ട് അമ്മമ്മ എവിടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ നോക്കുക. അപ്പോൾ നോക്കിയപ്പോൾ അവിടെയെങ്ങും അമ്മമ്മയെ കാണാനില്ലേ. അപ്പോൾ എവിടെ, ടീച്ചറമ്മ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അവിടെ ഉണ്ടായിരുന്നല്ലോ, ചിലപ്പോഴേ ഷോപ്പിലെങ്ങാനും കയറി കാണുമെന്ന് പറഞ്ഞു കൊച്ച്. ടീച്ചറമ്മ വള വാങ്ങിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൾ എന്നെ കാണാൻ വരുന്നുണ്ട്, അവൾക്ക് സദ്യ ഉണ്ടാക്കി കൊടുക്കാനേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് കൂട്ടത്തിൽ വളയും കമ്മലും വാങ്ങിക്കാമെന്ന് കരുതിയെന്നും പറഞ്ഞു. ടീച്ചറമ്മ കുപ്പിവിളയൊക്കെ ഇടുവോ? എനിക്കല്ല, എൻ്റെ മോൾക്കാ, അവരൊക്കെ ഉപയോഗിക്കും എന്ന് സുമിത്ര പറഞ്ഞു. എനിക്ക് 2 പെൺമക്കളുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്താ അവരുടെ പേരെന്ന് ചോദിച്ചു. ഒരാൾ ശീതൾ, പിന്നെ മറ്റേ ആൾ പൂജ. ഗുഡ് നെയിംസ് ആണല്ലോ. മോൾക്ക് വള വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സുമിത്ര കൊച്ചിന് വേണ്ടുന്ന വളയൊക്കെ മേടിച്ച് കൊടുക്കുക. ഈ സമയത്താണ് ഫോണും വിളിച്ച് ഈ പ്രേമ അങ്ങോട്ടേക്ക് വരുന്നത്. പ്രേമയാണെങ്കിൽ ഫോണിൽ ഞാൻ സ്വരയും കൊണ്ട് ഷോപ്പിൽ വന്നത്, അതിനൊരു 10-15 കടയിൽ അവൾ കയറ്റി ഇറക്കി. നമ്മൾ കുറേ സമയമായില്ലേ ഫോൺ വിളിക്കുന്നു, നമുക്ക് നോക്കാം പിന്നെ കാണാം ഇതൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കൊച്ചിനെ കാണുന്നില്ല. അയ്യോ മോളെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിലെല്ലാം പ്രേമ തേടി ഓടിപ്പാഞ്ഞ് നടക്കുക. സുമിത്ര നേരത്തേക്കും കൊച്ചിന് വള മേടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വരമോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കൊച്ചു മേടിച്ച് വള കയ്യിലിട്ടു. അപ്പോൾ വള കയ്യിലിട്ടിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ രണ്ടുപേരും കൂടി വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. അപ്പോഴും കൊച്ച് സുമിത്രയ്ക്കൊപ്പമാണെന്ന് പ്രേമ കാണുന്നില്ല. അപ്പോൾ ഈ വളയൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ സ്വരമോള് പോകാൻ തുടങ്ങുക. അപ്പോൾ ടീച്ചറമ്മ കൊണ്ടുവിടണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ടീച്ചർ, ഞാൻ തനിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് അമ്മമ്മ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചങ്ങ് പോവുക. അപ്പോൾ ടീച്ചറമ്മേ ഇതൊന്ന് ബോക്സിലാക്കി തരാൻ പറയുമോ എന്ന് ചോദിച്ച് കടക്കാരനോട് അത് ബോക്സിലാക്കി തരാനും പറഞ്ഞു. അത് കഴിഞ്ഞ് നിന്ന സ്ഥലത്ത് തന്നെ പ്രേമയെ അന്വേഷിച്ച് വന്നപ്പോഴും കൊച്ച് അവിടെ ഇല്ല. അയ്യോ മോൾ ഇവിടെയാണല്ലോ നിന്നത്, ഇവിടെ നിർത്തിയിട്ടാണല്ലോ ഞാൻ പോയത്, അവൾ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും വളയെല്ലാം ബോക്സിലാക്കി കൊച്ച് അങ്ങോട്ടേക്ക് ചെന്നു. കൊച്ച് അവിടെ ചെന്ന് ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രേമ അതെല്ലാം നടന്നു വരുന്നത് കൊച്ചും കണ്ടു. അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ കുഞ്ഞ്. അപ്പോഴേക്കും എൻ്റെ ദൈവമേ സമാധാനമായെന്ന് പറഞ്ഞ് പ്രേമി ഓടി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ നീ എവിടെ പോയതാ മോളെ, മനുഷ്യനിപ്പോൾ ടെൻഷൻ അടിച്ച് മരിച്ചേനെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പം ഞാൻ ടീച്ചറമ്മയുടെ അടുത്ത് പോയതാണെന്ന് സ്വരമോള് പറഞ്ഞു. ടീച്ചറമ്മ ഫാൻസി സ്റ്റോറിലുണ്ടായിരുന്നു, മാർക്കറ്റായി പോയി, ഇല്ലെങ്കിൽ നിന്റെ ചെവി ഞാൻ പിഴുതെടുത്തേനെന്ന് അമ്മമ്മ കൊച്ചിനോട് പറയുക. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോണ്ടേടി.
ഞാൻ ടീച്ചറമ്മയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവളോട് ടീച്ചർ നാട്ടൊക്കെ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് കൊച്ചിനെ പിടിച്ച് വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. ആ കലി മുഴുവൻ ആ കൊച്ചിനോട് ആ സമയത്ത് അവിടെ വെച്ച് തീർത്തു. അങ്ങോട്ട് നാട്ടക്കടിയെന്നും പറഞ്ഞ് പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകണം. പോയി ഇരിക്കടി, കാറിൽ പോയി ഇരിക്കടി, പോടി എന്നും പറഞ്ഞ് കൊച്ചിനെ പിടിച്ച് വലിച്ച് കാറിൽ കൊണ്ടുവന്ന് നീയേ കാറിലിരുന്നാൽ മതി, ടോയ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യണമെന്ന് സ്വരമോള് പറഞ്ഞപ്പോൾ വേണ്ട, അത് ഞാൻ സെലക്ട് ചെയ്തോളാം, മിണ്ടാതെ അവിടെ ഇരുന്നോളാം പറഞ്ഞു. കൊച്ചിനെ കാറിൽ കയറ്റി ഡോറും അടച്ചിരുത്തിയിട്ട് ഈ ഡ്രൈവറേയും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പ്രേമി അങ്ങ് പോയി. അപ്പോൾ പ്രേമി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര ഇങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് പ്രേമയെ കണ്ടു. പെട്ടെന്ന് പ്രേമയല്ലേ അത് എന്ന് ചിന്തിച്ച് പ്രേമ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു. സുമിത്രയെ കണ്ടപ്പോഴേക്കും ഭദ്രകാളിയുടെ മുഖം പോലെയായി പ്രേമയുടെ. അപ്പോൾ സുമിത്രയല്ലേ അത് എന്ന് പ്രേമയും ചിന്തിക്കുക. പക്ഷേ നമ്മുടെ സുമിത്ര വളരെ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് ചെന്നത്. സുമിത്രയെ കണ്ടപ്പോഴേക്കും പ്രേമി അങ്ങോട്ട് മുഖവും തിരിച്ചങ്ങ് പോയി. അപ്പോൾ സുമിത്ര ഓർത്തു ഇത് എന്ത് പറ്റി ഇവർക്ക്, വീണ്ടും പ്രേമയെന്നും പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് പിന്നെ ഓടി പ്രേമയ്ക്ക് അരികിലേക്ക് ചെന്നു. പ്രേമ അവിടെ നിന്നു ആ സമയത്ത്. അപ്പോൾ സുമിത്ര അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രേമ ഇങ്ങനെ തുറച്ചു നോക്കുക. പ്രേമ ഗവനിക്കാതെ പോകാനും മാത്രം നമുക്കിടയിൽ എന്ത് പ്രശ്നമുള്ളത്, എന്താ മറുപടി പറയാത്തതെന്നൊക്കെ സുമിത്ര പ്രേമയോട് ചോദിക്കാം. പ്രേമ ഒന്നും മിണ്ടുന്നില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കല്പം തിരക്കുണ്ട്, എന്നെ വിട്ടേക്കാൻ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയ പ്രേമയെ വീണ്ടും പിടിച്ചു നിർത്തി. പ്രേമ, ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, ഒരേ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം തന്നാൽ മതി എനിക്ക് എന്ന് പറഞ്ഞു സുമിത്ര. എൻ്റെ മോൻ അനിരുദ്ധും അവൻ്റെ ഭാര്യ അനന്യ അവർ രണ്ടുപേരും എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ അന്ന് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചപ്പോൾ അന്ന് തന്ന മറുപടിയൊന്നും തൃപ്തികരമല്ലെന്നും അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കേണ്ടി വന്നതെന്നും സുമിത്ര പറഞ്ഞു. അപ്പോൾ അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ലെന്നും എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ പ്രേമ. എൻ്റെ മകൾ അനന്യ ഇപ്പോൾ സുഖമായി സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നതെന്നും പിന്നെ നിൻ്റെ മോൻ വന്ന് അവളുടെ സമാധാനവും സന്തോഷവും കെടുത്താതിരിക്കാനാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ എന്താ പിണക്കത്തിലാണോ എന്ന് സുമിത്ര ചോദിച്ചു. പ്രേമ, അവർക്ക് കുട്ടികളുണ്ടോ? കുട്ടി ഉണ്ടാകാൻ മാത്രമുള്ള ബന്ധമൊന്നും അവർ തമ്മിലില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രേമ എന്നേരം പറയാം. അല്ലെങ്കിൽ ആർക്ക് വേണം നിൻ്റെ മോനെ? അതിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. മോൻ എവിടെയെന്നും ചോദിച്ച് ഇനിയും എൻ്റെ മുന്നിൽ വരികയും ചെയ്യരുത്, എന്നെ വിളിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. പുന്നാര മോനെ കണ്ടേ പറ്റുമെന്നാണെങ്കിൽ സ്വയം അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളണം. എൻ്റെ പിന്നാലെ വരികയല്ല വേണ്ടത്, ഇത് മാർക്കറ്റാ, ഇവിടെ വെച്ച് നാണം കെടാനൊന്നും നിൽക്കണ്ട, നീ പോകാൻ നോക്കൂ സുമിത്രയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പ്രേമ അങ്ങ് പോയി. അതും പറഞ്ഞ് പ്രേമ പോയി കഴിയുമ്പോൾ സുമിത്ര ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് അന്താളിച്ച് നിൽക്കുമോ, ഈ പറഞ്ഞിട്ടൊക്കെ പോയത് എന്താണെന്ന് ഓർത്തിട്ടെ. പെരുവഴിയിൽ വെച്ചാണ് മക്കളെക്കുറിച്ചുള്ള ഓരോരോ കഥകൾ സുമിത്ര അറിയുന്നത്. അതൊക്കെ അറിയുന്ന നിമിഷം സുമിത്ര തകർന്നു പോകാതിരിക്കുമോ? സുമിത്ര ഞെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് സുമിത്ര വീട്ടിലെത്തി കഴിഞ്ഞിട്ട് മോള് വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മോൾ ഇത്ര നേരമായിട്ടും കാണുന്നില്ല. ഫോൺ എടുത്ത് വിളിക്കുന്നു. മോളിനി വരുമോ വരില്ലയോ എന്നുള്ളൊരു പേടിയും ടെൻഷനൊക്കെ കയറി. അങ്ങനെ പേടിച്ച് ഫോൺ എടുത്ത് വിളിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ശീതൾ. അപ്പോൾ ഞാൻ നിന്നെ വിളിക്കായിരുന്നു എന്ന് സുമിത്ര മോളെ കണ്ടപ്പോൾ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ വന്നില്ലേ അമ്മേ, അതാണ് മാനപ്പുറത്തെന്ന് പറയുന്നതെന്ന് മകളും പറഞ്ഞു. അപ്പോൾ നീ വരാനേ വൈകിട്ടോ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടാവും സംസാരമെന്നും പറഞ്ഞ് നിനക്ക് വിശക്കണില്ലേ എന്നൊക്കെ ചോദിച്ചു. ഹേയ്, എനിക്ക് വിശപ്പൊന്നുമില്ലമ്മേ. അല്ല, എന്തിനാ അമ്മേനെ കാണണമെന്ന് പറഞ്ഞത്? അത് പറയാൻ പറഞ്ഞു സുമിത്രയോട് മകള്. അത് കേട്ടപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കി നിൽക്കുന്നു. സുമിത്രയുടെ ഭാവങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് ശീതളിന് മനസ്സിലായി. ശീതളും അതുപോലെ തന്നെ എന്തോ ഒരു വിഷമത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.